ചെറുതെങ്കിൽ പോലും ഒരു സാഹിത്യ ശില്പശാലയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ശില്പശാലയിൽ സാഹിത്യം എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ അത് പരിചയപ്പെടുത്തും എന്നുള്ളത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. ഒരു ശില്പശാല കൊണ്ട് പഠിക്കാവുന്നതോ പരിശീലിക്കാവുന്ന ഒന്നല്ല സാഹിത്യം എന്നുള്ളതാണ് സത്യം. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ശില്പശാല കൊണ്ട് അത് നടക്കില്ല. നമ്മളിപ്പോൾ സർഗാത്മകത, സാഹിത്യം, അതിനകത്തെ പല രൂപങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ശില്പശാലയിൽ പലപ്പോഴും പഠിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ എന്താ പറയുക, രചനാ ക്ലാസ് കോഴ്സുകളുണ്ട്, രചനാ കോഴ്സുകൾ. അതിനകത്ത് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ എഴുത്തുകൾ നടത്തേണ്ടതിനെക്കുറിച്ചുള്ള നിരന്തരമായിട്ട് അതിനെക്കുറിച്ചുള്ള പരിശീലനങ്ങൾ നടത്തുന്ന ചില കോഴ്സുകൾ വിദേശ യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ അത്രയധികമൊന്നുമില്ല, എന്നാലും ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള രചനാ കോഴ്സുകൾ നടക്കുമ്പോഴും അതിൽ നിന്ന് എഴുത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത്, സാഹിത്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ അപ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇങ്ങനെ നേടിയെടുക്കേണ്ട ഒന്നല്ല എഴുത്ത്. കാരണം എഴുത്തിന് അതിൻ്റേതായിട്ടുള്ള, സാഹിത്യത്തിന് അതിൻ്റേതായിട്ടുള്ള ചില രഹസ്യാത്മകതയുണ്ട്, നിഗൂഢതകളുണ്ട്. അത് നമുക്ക് അബോധത്തിൽ നിന്ന് വരുന്ന ഒന്നാണ് സാഹിത്യം. ഇങ്ങനെ പല യുക്തിക്ക് അപ്പുറത്ത് പോകുന്ന ഒന്നാണ്. കൃത്യമായിട്ട് ഒരു സാഹിത്യകൃതിയെ നമുക്ക്, അല്ലെങ്കിൽ ഒരാൾക്ക് സാഹിത്യം രചിക്കാനായിട്ട് രചനാ കോഴ്സുകൾ സഹായകമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ആകെ കൂടി ചെയ്യാവുന്ന നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിരന്തരമായിട്ട് എഴുതാം. ഇങ്ങനെ എഴുതി വരുമ്പോൾ അതിനെ നമ്മൾ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒരു നല്ല രചനയിലേക്ക്, ഒരു കഥയിലേക്ക്, ഒരു കവിതയിലേക്കൊക്കെ ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ സാധാരണ നിലയ്ക്ക് അങ്ങനെ സംഭവിക്കാനായിട്ട് ഇടയില്ല. അത് വേറെ ഒരു മേഖലയാണ്, എഴുത്തിൻ്റെ മേഖല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ സാഹിത്യം എന്ന് പറയുന്ന ഇപ്പം നമ്മൾ സാഹിത്യ ശില്പശാലയാകുമ്പോൾ എന്താണ് സാഹിത്യം എന്നൊരു ചോദ്യം നമ്മൾക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് സാഹിത്യം? സാഹിത്യം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം സഹിതം എന്നാണ്. ഒന്നിച്ചിരിക്കൽ എന്നാണ് അതിനർത്ഥം. ഒന്നിച്ചിരിക്കൽ. നിരവധി അർത്ഥങ്ങളെ ഒരു ക്രിയയിലേക്ക് അന്വയിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത്. നിരവധി അർത്ഥങ്ങളുണ്ടായിരിക്കും. ഒരു കവിത വായിക്കുമ്പോൾ അതിനകത്ത് ഒരൊറ്റ അർത്ഥമല്ല ഉണ്ടാവുക. അനേകം അർത്ഥങ്ങളുണ്ടാവും, അനേകം വീക്ഷണങ്ങളുണ്ടാവും, അനേകം കാഴ്ചപ്പാടുകളുണ്ടാവും, അനേകം ദർശനങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്, അങ്ങനെ ഒരു ബഹുസ്വരതയിലാണ് ഒരു കവിത ഉണ്ടാകുന്നത്, കഥയുണ്ടാകുന്നത്. അപ്പോൾ സാഹിത്യത്തിൻ്റെ ആത്യന്തികമായിട്ട് അത് പല അർത്ഥങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന ഇരിപ്പ് തന്നെ ഒരുതരം സാഹിത്യമാകുന്നതിനുള്ളൊരു കാരണം, ഇവിടെ ഇരിക്കുന്ന 10 20 കുട്ടികൾ ഓരോരുത്തരും സ്വന്തമായിട്ടുള്ള അർത്ഥങ്ങളുള്ളവരാണ്, സ്വന്തമായിട്ടുള്ള ജീവിതങ്ങളുള്ളവരാണ്. ഒരാൾ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. വ്യത്യസ്തതകളാണ് നിങ്ങൾക്ക് വ്യക്തിത്വം തരുന്നതെന്ന് പറയാം. നിങ്ങളുടെ വ്യത്യസ്തത, ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തമാണ്. ഒരേ പ്രായത്തിലുള്ളവരായിരിക്കാം നിങ്ങൾ, പക്ഷെ നിങ്ങൾ സത്യത്തിൽ വ്യത്യസ്തരാണ്, ഡിഫറൻറ്റ് എന്നുള്ളതാണ്. ഈ ഡിഫറൻസാണ് നിങ്ങളെ വ്യക്തിത്വമുള്ളവരാക്കി മാറ്റുന്നത് എന്ന് പറയുന്നത് പോലെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിത്വം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അടിസ്ഥാനപരമായിട്ട് അങ്ങനെ സാഹിത്യം ഒരു മിസ്റ്ററിയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഒരു നിഗൂഢത എപ്പോഴും ഒരു സാഹിത്യത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നമ്മൾ ഏതൊരു കൃതി വായിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വായനയ്ക്കും അപ്പുറത്തേക്ക് അതിനെയും അതിലംഘിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം എടുക്കാൻ, ആ കൃതിയെക്കുറിച്ച് നമുക്കൊരു ധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും അതിനപ്പുറത്തേക്ക് ആ കൃതിയുടെ അർത്ഥങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റും. നിരന്തരമായിട്ടൊരു അതിന് ജൈവികമായിട്ടുള്ളൊരു മാറ്റമാണ്. ഒരു കൃതി തന്നെ പല കാലങ്ങളിൽ വായിക്കുമ്പോൾ പല കൃതികളായിട്ട് മാറുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സീരിയസ് ആയിട്ട് നമ്മളൊരു പുസ്തകം വായിക്കുന്നു. ടോൾസ്റ്റോയുടെ അന്ന കരനീന എന്ന് പറയുന്ന നോവൽ ചിലരൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ആ കൃതി വായിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളതാണ്. അതിലൊരു കാര്യം, 20ാമത്തെ വയസ്സിൽ അന്ന കരനീനെ വായിച്ചപ്പോൾ അന്നയെയാണ് നമുക്ക് സ്നേഹം കൂടുതൽ തോന്നിയത്. അന്നയെ പ്രേമിക്കാൻ തോന്നി. കാരണം അവരുടെ ഒരു സ്വാതന്ത്ര്യം, അവരുടെ സ്വതന്ത്ര ബുദ്ധി, അവരുടെ വശീകരണ ശക്തി, ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് അന്നയെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ 30ാമത്തെ വയസ്സിൽ അതേ മനുഷ്യൻ തന്നെ അന്ന കരനീനെ വായിക്കുമ്പോൾ അന്നയുടെ ഭർത്താവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അന്നയുടെ ഭർത്താവ് ഇതേപോലെ തന്നെ വിവേകശാലിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് ഒരേ പുസ്തകമാണെന്ന് ഓർക്കണം. പിന്നെ ഒരു 40ാമത്തെ വയസ്സിലേക്ക് അതേ പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്ത് അന്നയുടെ കാമുകനെയാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കൃതി ജൈവികമായിട്ട് വളരുകയാണ്, മനുഷ്യനെ പോലെ വളരുകയാണ്. 20ാമത്തെ വയസ്സിൽ, 30ാമത്തെ വയസ്സിൽ, 40ാമത്തെ വയസ്സിൽ ഒരേ കൃതി തന്നെ വ്യത്യസ്തമായിട്ടുള്ള പാരായണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഓർഗാനിക് നേച്ചറാണെന്ന് പറയാം, അല്ലേ? അത് യാന്ത്രികമായിട്ടല്ല ഒരു കൃതി ഉണ്ടാകുന്നത്, അത് ജൈവികമാകുന്നത് കൊണ്ടാണ് അത് നമ്മളോടൊപ്പം തന്നെ, വായനക്കാരോടൊപ്പം തന്നെ വളരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ശില്പശാലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണിത്.
നമ്മൾ എഴുതുന്നതോ നമ്മൾ വായിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അത് വളരുകയാണ് ചെയ്യുന്നത്. അത് ഒരിടത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നിരന്തരമായിട്ട് അതിലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർ കഥ എഴുതാനോ കവിത എഴുതാനോ വേണ്ടി വന്നവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ് വരുന്നതെങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരു ശില്പശാലയിൽ നിന്ന് ഒരു കഥയോ കവിതയോ എഴുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അത് വളരെയേറെ എന്താ പറയുക, വളരെ ക്ലേശകരവും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതും നമ്മൾ തന്നെ അതിന് പ്രാപ്തരാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത വളർത്തിയെടുക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് തോന്നുന്നു. നമുക്കങ്ങനെ ഇത് എഴുതാൻ മാത്രം നമ്മളത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് എഴുതിയാൽ മാത്രമേ എനിക്ക് ഒരു സ്വസ്ഥത കിട്ടൂ എന്നുള്ള രീതിയിലുള്ള ഒരു അനിവാര്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു എഴുത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഒരു അനിവാര്യത, ഞാൻ തന്നെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ള അത്രയും ബോധ്യം ഒരാളിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ എഴുത്തിനകത്ത് ചില നിസ്സാരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മാത്രമായിട്ട് ഉണ്ടായിരിക്കുക. ഒരു മാഗസീനിൽ പ്രകാശനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. അങ്ങനെയുള്ള ചില ഉപരിപ്ലവമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് എഴുതേണ്ട ഒരു മേഖലയല്ല സാഹിത്യം എന്ന് പറയുന്നത്. അത് കുറേ കൂടി ആഴത്തിലുള്ള നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അങ്ങനെ കടന്നു ചെന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സർഗാത്മക പ്രക്രിയയാണ് എഴുത്ത് എന്ന് പറയുന്നത്. അത്തരം ഒരു എഴുതാനായിട്ട് അങ്ങനെ ഒരു സാഹിത്യരചന നടത്തുവാനായിട്ട് നമ്മൾ പ്രാപ്തനാണോ, അതിന് നമുക്ക് അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൂടുന്നത്. പലപ്പോഴും ഇതേപോലെ ശില്പശാല കഴിഞ്ഞ് മടങ്ങുമ്പോൾ എനിക്ക് പറ്റിയൊരു മേഖലയല്ല ഇത്, എഴുത്തിൻ്റെ മേഖല എനിക്ക് പറ്റിയതല്ല എന്ന ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ സാഹിത്യ ശില്പശാല വലിയ വിജയമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളിൽ അത്തരത്തിലുള്ളതായ ഒരു എഴുത്തിൻ്റേതായിട്ടുള്ള സാഹിത്യത്തിൻ്റേതായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എഴുതാൻ തുടങ്ങുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബാഹ്യമായിട്ടുള്ള ലോകത്തിലേക്ക്, അനുഭവങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ ഉള്ളിലേക്കാണ് പോകേണ്ടത്, അയാളുടെ ആന്തരികതയിലേക്കാണ് പോകേണ്ടത്. ഒരു എഴുത്തുകാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ആന്തരിക ജീവിതമാണ്. അയാളുടെ ഇന്നർ ലൈഫാണ് അയാളുടെ ജീവിതം. പുറത്ത് അയാളുടെ ഏതൊരു പ്രൊഫഷനിലാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം പോലുമല്ല. ആന്തരികതയിൽ അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ടാണ് നമ്മൾ എഴുത്തിനെ കാണുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ജീവിതം ആത്യന്തികമായിട്ട് ആന്തരിക ജീവിതമാണ്. ആന്തരികതയിൽ അയാൾ എങ്ങനെയാണ്, ഉള്ളിൽ എങ്ങനെയാണ് അയാളുടെ ആശയങ്ങൾ, അയാളുടെ ചിന്തകളൊക്കെ തന്നെ മുളപൊട്ടുന്നത്, അതിനകത്ത് എങ്ങനെയുള്ള സംഘർഷങ്ങളും ആനന്ദങ്ങളും അയാളാണ് അനുഭവിക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണെന്ന് കാണാം. ഉള്ളിലേക്ക് നോക്കുക, അത് നമ്മുടെ ആഴങ്ങളിലേക്ക് നോക്കുക, സ്വന്തം ആഴങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ അതിലെന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് പ്രധാനം. അല്ലാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ബാഹ്യമായിട്ടുള്ള സംഭവങ്ങളിൽ നോക്കിക്കൊണ്ട് ഒരാൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ആ വിഷയങ്ങളെ എഴുതുക എന്നുള്ളതല്ല ഒരു സാഹിത്യത്തിൽ നടക്കുന്നത്. നമ്മളെ തന്നെ എഴുതുകയാണ് ചെയ്യുന്നത്. ഒരു ആത്മസംവാദമാണ് നമ്മൾ പ്രധാനമായിട്ടും നടത്തുന്നത്. നമ്മളുമായിട്ട്, നമ്മുടെ ആത്മാവുമായിട്ട്, നമ്മുടെ ആഴങ്ങളുമായിട്ട്, നമ്മുടെ ആന്തരികതയുമായിട്ട് നമ്മൾ നടത്തുന്ന വലിയൊരു സംവാദത്തിൻ്റെ പേരാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ മാത്രമുള്ള ആ സൂക്ഷ്മത, ആ ഒരു ഫോക്കസ് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് നമുക്ക് നടത്താൻ കഴിയേണ്ടത്. നമ്മളൊരു സ്വന്തമായിട്ടുള്ളൊരു എഴുത്തുമുറി ഉണ്ടാവണം, നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു വായനാമുറി ഉണ്ടാവണം. നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു മുറി അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ അത് നമ്മുടെ മാനസികമായിട്ടെങ്കിലും നമ്മൾ അത് കണ്ടെത്താൻ പറ്റണം. ഈ മുറി എൻ്റെയാണ്, ഈ മുറിയിലാണ് ഞാൻ എഴുതുന്നത്, ഈ മുറിയിലാണ് ഞാൻ വായിക്കുന്നത് എന്നുള്ളൊരു ബോധം എപ്പോഴും വളരെ നമ്മളെ നമ്മുടെ സർഗാത്മകതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. വല്ലാതെ അലസമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് എന്നുള്ളതല്ല, നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരാൾ അങ്ങനെ ഇരിക്കുന്നതിനൊരു കാരണം അപ്പോഴാണ് അയാൾക്ക് അനന്തമായിട്ടുള്ള സ്വാതന്ത്ര്യം അയാൾ അനുഭവിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് സാഹിത്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു എഴുത്ത് എല്ലാതരം സാഹിത്യത്തെയും ആത്യന്തികമായിട്ട് അതിൻ്റെ പ്രമേയം, അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യമായിരിക്കും. സ്വാതന്ത്ര്യത്തെ പല മട്ടിൽ നിർവചിക്കുകയും അതിനെ ആഘോഷിക്കുകയും അതിനെ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാഹിത്യത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് വ്യക്തിജീവിതമാകാം, അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പല മാനങ്ങളുണ്ടെന്ന് നമുക്കറിയാം, പല മാനങ്ങളുണ്ട്. അപ്പോൾ അത് സാഹിത്യം അർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അത് എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യത്തെയാണ് അയാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എഴുത്തുമുറി ഉണ്ടാക്കുമ്പോൾ, ഒരു ചെറിയ എഴുത്തുമുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ മുറിക്കകത്ത് നമ്മൾ സ്വതന്ത്രനാണെന്ന് തോന്നും. എല്ലാതരം പരിമിതികൾക്കും അപ്പുറത്ത് ആണ് ഞാൻ എന്നുള്ള ഒരു ആത്മബലം നമ്മളിലേക്ക് ഉണ്ടാവും, ഒരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ടാവും.
അതേപോലെ തന്നെ വായിക്കുമ്പോൾ അത് തന്നെയാണ്. ഒരാൾ പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്തും ഒരു അതിലംഘനം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളൊരു പുസ്തകം വായിക്കുന്നത്, അല്ലേ? ആ പുസ്തകത്തിന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എഴുത്തുകാരൻ പറഞ്ഞതിനും അപ്പുറത്തേക്ക്, ആ എഴുത്തുകാരൻ്റെ നിശബ്ദതകൾക്ക് അപ്പുറത്തേക്ക് അയാൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അയാൾ വായിക്കുന്നതും. അപ്പോൾ എഴുത്തിനകത്തും വായനയ്ക്കകത്തും ഇതേപോലെയുള്ളതായ ഒരു തലമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് പ്രത്യേകം അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം എഴുതുന്ന സമയത്തും വായിക്കുന്ന സമയത്തും അയാൾക്ക് മറ്റൊരു ജീവിതം കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു ജീവിതം അയാൾക്ക് കിട്ടുന്നു. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ഈ ജീവിതമല്ല, ഇതിന് സമാന്തരമായിട്ടുള്ള, ഇതിന് ബദലായിട്ടുള്ള, നമ്മൾ ജീവിക്കാത്ത ഒരു ജീവിതം, നിഷേധിക്കപ്പെട്ട ഒരു ജീവിതം, അങ്ങനെയുള്ളൊരു ജീവിതം കൂടി നമുക്കുണ്ട് ശരിക്കും, അല്ലേ? നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം മാത്രമല്ല നമുക്കുള്ളത്, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ കഴിയാതെ പോയൊരു ജീവിതമുണ്ട്, അല്ലേ? നമ്മളൊന്ന് വെറുതെ ആലോചിച്ചാൽ നമുക്കൊരു വിങ്ങലുണ്ടാവും. ഇതായിരുന്നില്ലല്ലോ ഞാൻ ജീവിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് അവിടെ ഉണ്ടാവും. അങ്ങനെ ജീവിക്കാൻ കഴിയാതെ പോയത്, ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ടു പോയത്, ഇങ്ങനെയൊക്കെയുള്ള പരാജയപ്പെട്ടു പോയത്, അങ്ങനെയുള്ളൊരു ജീവിതം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത്തരമൊരു ജീവിതത്തെയാണ്, ഒരു ബദൽ ജീവിതത്തെയാണ്, ഒരു സമാന്തര ജീവിതത്തെയാണ് ശരിക്കും ഒരു എഴുത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാഹിത്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിതം നമുക്ക് തരുന്നു എന്നുള്ളൊരു കാര്യമാണ്. മറ്റൊന്നിനും നൽകാൻ കഴിയാത്തൊരു കാര്യമാണ്. അത്രയും പ്രഷ്യസ് ആവുന്നത് അതുകൊണ്ടാണ്. വിലമതിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായ ഒരു കാര്യം എഴുത്തിലും സാഹിത്യത്തിൽ സംഭവിക്കുന്നത് നമുക്കൊരു ജീവിതം, മറ്റൊരു ജീവിതം ഈ നമ്മുടെ എഴുത്ത് നമുക്ക് നൽകുന്നു എന്നുള്ളൊരു കാര്യമാണ്. സമാന്തരമായിട്ടുള്ള മറ്റൊരു ജീവിതം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഈ സമാന്തരമായിട്ടുള്ള, ഞാൻ പെട്ടെന്ന് വേഗത്തിൽ പറഞ്ഞു പോകാനുള്ള കാരണം, നമ്മൾ സമയം വളരെ കുറച്ചേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വിശക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഐഡിയലായിട്ടുള്ള സമയത്തല്ല നമ്മളിപ്പോൾ സംവദിക്കുന്നത്. ഇതേപോലെ സാഹിത്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു അനായാസതയുണ്ട്, അതിനുണ്ടാകേണ്ട ഒരു ശാന്തതയോ ഒരു കാര്യമുണ്ട്. അതല്ല ഇപ്പോൾ നടക്കുന്നത്. നമുക്കൊരു പ്രത്യേക സമയത്തിൻ്റെ ഉള്ളിൽ സമ്മർദ്ദപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അത് ശരിക്കും ഒരു സാഹിത്യത്തിൻ്റെ എന്താ പറയേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങൾക്ക് നല്ലതായിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു അവധി ദിവസത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സാഹിത്യം എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ ഒരു അവധിയാണ്. മനസ്സിൻ്റെ ഒരു അവധിയാണ് നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മറ്റെല്ലാ ദിവസങ്ങളിലും നമുക്ക് ചില തീരുമാനങ്ങളുണ്ട്, നമുക്ക് നിശ്ചയങ്ങളുണ്ട്. മറ്റുള്ളവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരു അവധി ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തികളൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ചെയ്യണോ ചെയ്യണ്ടയോ, അതിൻ്റെ വേഗത എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഒരു അവധി ദിവസത്തിൽ നമുക്ക് ഒരുപക്ഷെ തീരുമാനിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ടാണ് മനസ്സിൻ്റെ ഒരു അവധികാലമാണ് സാഹിത്യം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു അവധികാലത്ത് നമ്മൾ സ്വതന്ത്രമായിട്ട്, ശാന്തതയോട് കൂടിയിട്ട്, അനായാസതയോട് കൂടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള, അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മുടെ എല്ലാ ക്രിയേറ്റിവിറ്റിയും വളരുന്നതെന്ന് പറയാം. എ ഡേ ഫോർ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. എ ഡേ ഫോർ ക്രിയേറ്റിവിറ്റി. സത്യത്തിൽ നമ്മളുടെ ഈ ഒരു ദിവസം അതാണ്. ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ദിവസമാണിത്. അതിനുള്ളൊരു പകലാണിത്. ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുക, അതിനെങ്ങനെയാണ് സ്പർശിക്കാൻ കഴിയുക എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വളരെ ചെറിയൊരു ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. കൂടുതൽ സമയമുണ്ടെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുമായിരുന്നു. പലതിൻ്റെയും ഉദാഹരണങ്ങളിലൂടെ നമുക്കത് സാധിക്കും. നമ്മൾ പല രചനകളിലൂടെയോ മറ്റു പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷെ അതൊന്നും സമയമില്ല. 12:15 ഏതാണ്ട് ഇനി അതാണ് പറഞ്ഞു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എനിക്ക് മറ്റൊരാളുടെ മേലൊരു സമ്മർദ്ദം ചെലുത്താൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എപ്പോഴാണ് നിർത്തേണ്ടത് അപ്പം നിർത്തുക. അതിനു വേണ്ടിയിട്ട് എനിക്ക് വാശി പിടിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്നോ അത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ യാതൊരു ആഗ്രഹവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണിത്. അടുത്ത മാസം എൻ്റെ മകളുടെ കല്യാണമാണ്. ആ മാരേജിന് വേണ്ടിയിട്ടുള്ള തിടുക്കങ്ങളുടെ ഉള്ളിലാണ് ഞാനിപ്പോഴേ. അപ്പം അതുകൊണ്ട് എത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഫ്രീ ആവാൻ പറ്റുമോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഈ ശില്പശാലയുടെ ആ ഒരു പ്രാധാന്യം ഞാൻ ഒട്ടും തന്നെ കുറച്ച് കാണിക്കുന്നില്ല. മാത്രമല്ല, ഇത് എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കേരളവർമ്മ കോളേജിൽ 33 വർഷം സാഹിത്യം പഠിപ്പിച്ച ഒരാളാണ്. അവിടെ MA ക്ലാസ്സുകളിൽ സാഹിത്യം പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സാഹിത്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക എന്ന് പറയുന്നത് വളരെ ആഹ്ലാദകരമായൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. എന്താണ് സൗന്ദര്യം, എന്താണ് സാഹിത്യം, എന്താണ് സർഗാത്മകത,
എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്നതാണ്. എന്തായാലും ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് സാഹിത്യം ഒരർത്ഥത്തിലൊരു മിസ്റ്ററിയാണ്. അത് യുക്തിക്ക് അപ്പുറത്ത് പോകുന്നൊരു കാര്യമാണ്. കണിശതകൾ കുറവാണത്. അത് അബോധത്തിൻ്റെതായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, ബോധത്തിൻ്റെ അല്ല. ബോധത്തിലാണ് യുക്തിയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്കറിയാം. ഇത് അബോധത്തിൽ സംഭവിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പോലും നിയന്ത്രണത്തിലല്ല അയാളുടെ എഴുത്ത് എന്നുള്ളതാണ് സത്യം. അയാളുടെ നിയന്ത്രണത്തിലല്ല. ഒന്ന് തുടങ്ങി വയ്ക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയാളിൽ നിന്ന് വിട്ടത് പോകുന്നതായി കാണാം. അത് എന്തിനേയും ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ കൃതിയെ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ അതാണ് സംഭവിച്ചത്. അത് ഇത്രയും കാലം കൊണ്ട് അതിങ്ങനെ ഹാപ്പനിങ് സംഭവിക്കുകയായിരുന്നു. ഹാപ്പനിങ് അത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഹാപ്പനിങ് എന്ന് പറയുന്നത്, അല്ലേ? എന്താണ്? യാതൊരു ആസൂത്രണങ്ങളും ഇല്ലാതെ ഒരു മനുഷ്യൻ അയാൾ കടന്നു പോകുന്ന കാര്യങ്ങളിൽ അതിനെയൊക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ കടന്നു പോവുക. അത് ഇന്നതായിരിക്കണം, കടന്നു പോകുന്ന സമയത്ത് ഇത് ഇന്ന വിധത്തിലായിരിക്കണമെന്ന് വാശി പിടിച്ച് അതിന്മേലൊരു ബലം പിടിക്കാൻ പാടില്ല. അത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും കടന്നു പോകുന്നതിനെ തേടി പിടിക്കരുത്. അതിലൂടെ നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ആഘോഷപൂർവ്വം കടന്നു പോകുന്ന ഏതൊരു സംഭവവും, അത് ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, അല്ലെങ്കിൽ തിന്മയാകട്ടെ, നന്മയാകട്ടെ, എന്ത് കാര്യങ്ങളും അതങ്ങനെ കടന്നു പോവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഒരു ദിവസം നോക്കുമ്പോൾ മയക്കുമരുന്ന്, കൊലപാതകം, ആത്മഹത്യ, അങ്ങനെയൊക്കെ ബലാത്കാരങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളോട് ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. കടന്നു പോകുന്നതിനെ നമുക്കതിനെ സംസ്കരിച്ചെടുക്കാനോ അതിനെ തിരുത്താനോ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്കൊരു മിഥ്യയുണ്ട്. നമ്മുടെ ഈ സമൂഹത്തെയൊക്കെ നമുക്ക് തിരുത്തി കളയാമെന്നുള്ളൊരു മിഥ്യയുണ്ട്. സമൂഹത്തെ ആർക്കും തിരുത്താൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ യേശുവിനോ ബുദ്ധനോ അവരുടെ പ്രഭാഷണങ്ങളിലൂടെ കുറേതൊക്കെ ചെയ്യാൻ പറ്റേണ്ടതായിരുന്നില്ലേ? അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ സമൂഹത്തിനെ പരിവർത്തനപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു മിഥ്യയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങളിലും പാർട്ടികളൊക്കെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സമൂഹത്തെ തിരുത്തുക എന്നുള്ള കാര്യം. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ള ഒരു എന്താ പറയേണ്ടത്, അത്തരത്തിലുള്ളൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. അതിന് സാഹിത്യം നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആ തരത്തിൽ ഹാപ്പനിങ്ങിലേക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പാസിങ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളൊരു വിറ്റ്നസ്സിങ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വിറ്റ്നസ് ചെയ്യണം. അതിനൊരു സാക്ഷിയായിട്ട് നമ്മളെങ്ങനെ നിന്ന് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സത്യത്തിൽ അത് സമൂഹത്തിലല്ല പരിവർത്തനം ഉണ്ടാകുന്നത്, ഓരോ വ്യക്തിയിലുമാണ് ഉണ്ടാകേണ്ട പരിവർത്തനത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഇൻഡിവിജ്വലിനുണ്ടാകേണ്ട ലിബറേഷനാണ്. അല്ലാതെ നമുക്ക് സമൂഹത്തെ ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ആദ്യമേ നിങ്ങൾ വരച്ചു വെച്ചോളൂ. പലരും നമ്മളത് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ സമൂഹത്തെ അങ്ങ് തിരുത്തി കളയുമെന്ന്. തിരുത്താൻ കഴിയില്ല എന്നുള്ള ഇത്രയും കാലത്തെ എൻ്റെ ഒരു ആയുസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. സമൂഹത്തെ നമുക്ക് തിരുത്താൻ കഴിയില്ല. ആകെ കൂടി നമ്മൾ ചെയ്യുന്നത്, ഓരോ വ്യക്തിയും പരിവർത്തനപ്പെടണം. അയാൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം, അയാൾക്കൊരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകണം, അയാൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സാഹിത്യം നോക്കിക്കോളൂ. ഒരു സാഹിത്യം ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഓരോ ഇൻഡിവിജ്വലിനെയുമാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലാതെ സമൂഹത്തെ മൊത്തമായിട്ടുള്ളൊരു അഭിമുഖീകരിക്കുകയല്ല അത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വ്യക്തിയിലുണ്ടാകേണ്ട ഒരു പരിവർത്തനമാണ് സാഹിത്യത്തിൽ സംഭവിക്കുന്നത്, അല്ലാതെ സമൂഹത്തിലേക്കുള്ളതല്ല എന്നുള്ളൊരു ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. എന്തിനാണ് സാഹിത്യത്തിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശില്പശാല എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാൻ, അല്ലാതെ നമുക്കൊരു പ്രായോഗികമായിട്ട് ഈ ഒരു രചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രായോഗിക കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒന്നായിട്ട് ഒരു ശില്പശാലയെ കാണേണ്ട കാര്യമില്ല. നമുക്കൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുകയാണ്, നമുക്കൊരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കുകയാണ്, നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. സാഹിത്യത്തിലേക്ക് പോകാനായിട്ട് ഞാൻ തയ്യാറാണോ, അല്ലെങ്കിൽ സാഹിത്യം എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ പിടികൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു സാഹിത്യ രചന നടക്കുമ്പോൾ അതൊരു ഗർഭധാരണം പോലെയാണ് സംഭവിക്കുന്നത്. ഒരു ഗർഭധാരണമാണ്. അതായത് അതിനകത്തുണ്ടാകുന്ന ഒന്ന് നമ്മുടെ വയറ്റിലൂടെ അത് വളർന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു വളർച്ചയുണ്ടാകുന്നത് പോലെയുള്ളൊരു സമീപനം ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിശക്തമായിട്ടുള്ളൊരു ക്ഷമാശീലം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ധൃതി പിടിച്ച് അയാൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അയാൾ ധൃതി പിടിച്ച് എഴുതരുത്, ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. എത്രത്തോളം സമയം കൊടുക്കാമോ, ക്ഷമ കൊടുക്കാമോ. ഒരു അമ്മ അതിൻ്റെ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ
വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ധൃതി പിടിക്കാറുണ്ടോ? ഇല്ല. അതതിൻ്റെ സ്വാഭാവികമായിട്ട് വളരുന്നതിനെ അതിനെ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്, അതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ആനന്ദിച്ച് പങ്കെടുക്കുകയാണ്. ആ തരത്തിലുള്ളൊരു പങ്കാളിത്തമാണ് ശരിക്കും ഒരു രചന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ഒരിക്കലും ധൃതി പിടിക്കരുത്, തിടുക്കം കാണിക്കരുത്, ഇപ്പോൾ ഞാൻ എഴുതി തീർക്കും എന്നുള്ള യാതൊരു വാശിയും ഉണ്ടാവരുത്. വളരെ ക്ഷമയോടെ അയാളുടെ ഉള്ളിൽ നടക്കുന്ന ചലനങ്ങളെ അയാൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു സാഹിത്യ രചനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കാവുന്ന ഒരു കാര്യം. നമുക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇൻറ്ററാക്ഷൻ വേണമെങ്കിൽ ആവാം. കാരണം ഞാനിപ്പോൾ വളരെ ഏകപക്ഷീയമായിട്ട് എൻ്റെ കുറച്ച് ആശയങ്ങൾ ഇങ്ങനെ ഒരുതരം വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളെ എവിടെയാണ് നിങ്ങൾ എൻ്റെ ഈ സംസാരത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഒരു ശില്പശാലയിൽ നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സാഹിത്യ ശില്പശാല ഒരാളെയും സാഹിത്യകാരനാക്കി മാറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് എനിക്ക് എഴുതാനായിട്ടുള്ള ഒരു അനിവാര്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഇത് എഴുതാൻ അനിവാര്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ റിൽക്കെ പോലെ ഒരു ജർമ്മൻ കവി ഇത് പറയാൻ ശ്രമിക്കുന്നു. യുവകവികളോട് റിൽക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. എഴുതാനായിട്ട് കൊതിയുള്ള, മോഹമുള്ള, അതിൽ താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട്, ഒരു യുവ കവിയോട് റിൽക്കെ പറയുന്ന കുറേ ആശയങ്ങളുണ്ട്. അതുമാത്രം മതി. അതൊരു 10-25 പേജുകളിലാണ്, അതിന് കൊച്ചു ഇതാണ്. അതിലൊന്ന് വായിച്ചാൽ തന്നെ അറിയാം ഒരാളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കേണ്ടത്, റൈറ്റിങ്ങിൽ സംഭവിക്കേണ്ട കാര്യം. അയാൾക്കൊരു എഴുത്ത് നടത്താനായിട്ടുള്ള ധൈര്യമുണ്ടോ, തൻ്റെ ഇടമുണ്ടോ, സ്വാതന്ത്ര്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരാൾക്കും അയാളെ എഴുത്തിലേക്ക് ഉപദേശിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഇഷ്ടം പോലെ എഴുതുക, ഇഷ്ടമുള്ള പ്രമേയങ്ങൾ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ അത് ഒന്നിനും ഇതുവരെ ഒരു കാര്യത്തിനും പവിത്രമായിട്ടുള്ളൊരു കാര്യമില്ല. അതായത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ആദർശം, എഴുത്തിനെക്കുറിച്ചൊരു ആദർശമില്ല. ഇഷ്ടം പോലെ എഴുതുക, ഇഷ്ടമുള്ള പ്രമേയത്തിൽ എഴുതുക. പവിത്രമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. പാലത്തിൻ്റെ അടിയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ അയാളിങ്ങനെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ തീരുമാനങ്ങളെല്ലാം തന്നെ അയാൾ തന്നെ എടുക്കണം എന്നുള്ള ഗംഭീരമായിട്ടുള്ളൊരു ഉത്തരവാദിത്തം റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അല്ലാതെ വേറെ ആർക്കും തന്നെ അയാൾ അതിന് സഹായിക്കാൻ കഴിയില്ല. രചനാ ശില്പശാലകളൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഒന്നിനെയും തിരുത്താറില്ല. അവിടെ പലരും എഴുതിക്കൊണ്ടിരിക്കും, വീണ്ടും എഴുതും. അങ്ങനെ എഴുതി ഒരു പക്ഷേ അയാൾ ആഗ്രഹിക്കുന്ന ഒരു ഭാഷ അയാൾക്ക് കിട്ടിയെന്ന് വരും. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം, ഒരു നിമിഷം ചിലപ്പോൾ അയാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കും. എന്താണ് സന്തോഷകരമായിട്ടുള്ള ആ നിമിഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു ആശയത്തെ, ഒരു വികാരത്തെ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഷയിലൂടെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടി. ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവിനെയാണ് നമ്മൾ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ ഉണ്ടാവണം. അതായത് എനിക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഞാൻ എഴുതി തീർക്കും. അതിനെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ശരികളും അതിന് ആവശ്യമില്ല. മറ്റു ആളുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ അയാളുടെ ആവശ്യമില്ല. അയാൾ മറ്റൊരാളുമായിട്ട് മത്സരിക്കുന്നില്ല. അയാൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് തന്നെയാണ് മത്സരിക്കുന്നത്. മറ്റൊരാരോടും അയാൾക്ക് മത്സരിക്കേണ്ട കാര്യം വരുന്നില്ല. മത്സരിക്കണം അയാളോട് തന്നെ. എന്തിനാണ് അയാളോട് തന്നെ മത്സരിക്കേണ്ട ആവശ്യം? എന്താണ്? അയാൾക്കുള്ളിൽ ഏറ്റവും നല്ലതിനെ അയാൾക്ക് പുറത്തേക്ക് എടുക്കണം. ഏറ്റവും നല്ലതിനെ, ഏറ്റവും സാധ്യതയുള്ളതിനെ, ഏറ്റവും കരുത്തുള്ളതിനെ അയാൾക്ക് പുറത്തേക്ക് എടുക്കണം. അതിനുവേണ്ടി അയാളുമായിട്ട് തന്നെ ഒരു മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. വലിയ എഴുത്തുകാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അവരുമായിട്ട് വലിയ മൽപ്പിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രചനയുടെ ആ ഒരു പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത്, ആത്മയുദ്ധം എന്ന് പറയുന്നത് ഇതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് ഓരോ വിഷയത്തിലെടുത്ത് പറയാം. അപ്പോൾ ഭാഷ, സാഹിത്യത്തിലെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഭാഷയാണെന്ന് നമുക്കറിയാം. ഭാഷയുടെ അത്ഭുത അടയാളങ്ങളാണ് കവിത എന്ന് പറയുന്നത്. ഭാഷയെ എങ്ങനെയൊക്കെ നമുക്ക് മാന്ത്രികമാക്കി എടുക്കാൻ പറ്റുമോ, അത്ഭുതകരമായി എടുക്കാൻ പറ്റുമോ, അതിൻ്റെ നിർവചനങ്ങളും അതിൻ്റെ വ്യാകരണങ്ങളും തെറ്റിച്ചുകൊണ്ട് ഭാഷ എന്തുമാത്രം ട്രാൻസെൻഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പരീക്ഷണമാണ് ശരിക്കും ഒരു എഴുത്തുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് കിട്ടിയ ഭാഷയിൽ
അതായത് സാഹിത്യം എന്ന് പറയുന്നത് ഒരു സാമാന്യ പ്രസ്താവനയല്ല എന്ന് നമുക്കറിയാം. അതൊരു സവിശേഷ പ്രസ്താവനയാണ്. സാമാന്യമായിട്ടുള്ള ഒരു കാര്യമല്ല എഴുത്തുകാരൻ പറയുന്നത്. അയാൾ വളരെ പെർട്ടിക്കുലറായ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സവിശേഷതയിൽ നിന്നുകൊണ്ടാണ് അയാൾ അത് എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഭാഷയും ഇതുപോലെ തന്നെ അയാളുടേത് മാത്രമായിട്ടുള്ള ഒരു ഭാഷ അയാൾ എഴുത്തിനകത്ത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ സാഹിത്യ ശില്പശാലയിൽ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ നേരിടുന്ന ഭാഷയിൽ നമ്മൾ എന്തൊക്കെ തരത്തിലായ പരിവർത്തനങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ വളരെ വളരെ സാമ്പ്രദായികമായിട്ടുള്ള 3 കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട്. അയാൾക്ക് പ്രതിഭയുണ്ടാവണം, അയാൾക്ക് വ്യുൽപ്പത്തി ഉണ്ടാവണം, അയാൾക്ക് അഭ്യാസം ഉണ്ടാകണം. 3 കാര്യങ്ങളാണ് സംസ്കൃതത്തിൽ പറയാറുള്ളത്. അതിനകത്ത് പ്രതിഭ എന്ന് പറയുന്നത് എന്താണ്? ആന്തരികമായിട്ടുള്ള ഒരു ആത്മബോധം, ആത്മശക്തിയെയാണ് പ്രതിഭ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനൊരു പ്രതിഭയുണ്ട്. അയാളുടേതായിട്ടുള്ള ആന്തരികതയുടെ ആത്മശക്തിയെയാണ് നമ്മൾ പ്രതിഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ആന്തരികമായിട്ടുള്ള ഈ ശക്തിയെ അയാൾക്ക് ഡെവലപ്പ് ചെയ്യണം എഴുത്തിലൂടെയെങ്കിൽ അയാൾക്ക് നൈപുണ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അയാൾ വായന കൊണ്ടും അയാൾ ജീവിതാനുഭവങ്ങളെ കൊണ്ടും അയാൾ നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ നൈപുണ്യം എന്ന് പറയുന്നത്. അതിൻ്റെ വ്യുൽപ്പത്തി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വ്യുൽപ്പത്തി സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് വ്യുൽപ്പത്തി എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതാനുഭവങ്ങളെ കൊണ്ടും വായനകൾ കൊണ്ടും അയാൾ ആ തരത്തിലൊരു അയാളുടെ സ്കില്ല് അയാൾ ഉണ്ടാക്കിയെടുക്കും. മൂന്നാമതായിട്ടുള്ളത് അഭ്യാസം എന്നുള്ള കാര്യമാണ്. നിരന്തരമായിട്ട് എഴുതിയിട്ടാണ് അയാൾക്ക് അതിനെ സ്ഫുടം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 3 പ്രതിഭയുണ്ടാവുക, വ്യുൽപ്പത്തി ഉണ്ടാവുക, അഭ്യാസം ഉണ്ടാവുക. ഈ 3 കാര്യങ്ങളിനെ പറ്റി തന്നെ നമുക്ക് വേണമെങ്കിൽ വിശദമായി ധാരാളം സംസാരിക്കാവുന്നതാണ്. സംസ്കൃത മീമാംസകന്മാർ ഈ വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സാഹിത്യ ശില്പശാലയിലും അതിനെ മാത്രം മുൻനിർത്തിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിരിക്കും. പക്ഷേ അതിനൊക്കെയുള്ള സമയങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ആകെ കൂടി ചില കാര്യങ്ങൾ ഒരു ബ്രെയിൻ വാമപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ബ്രെയിൻ വാമപ്പ്, നമ്മുടെ മസ്തിഷ്കത്തെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിൽ കവിഞ്ഞ് ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് കൂടിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ വളരെ ക്ഷമയാവശ്യമുള്ള, സമയം ആവശ്യമുള്ള, അനായാസമായിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് സാഹിത്യത്തിലെ ഇത്തരം വ്യവഹാരങ്ങളൊക്കെ തന്നെ. നമ്മളിവിടെ നമുക്കൊരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളിതിനെക്കുറിച്ചുള്ളൊരു എക്സ്പോഷർ നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. നിങ്ങളിനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വായനയുടെ ഒരു വലിയൊരു ലോകത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റണം. വായന എന്ന് പറയുന്നത് വ്യക്തിപരവും സാമൂഹികവുമായ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പേരാണ് വായന എന്ന് പറയുന്നത്. വായനയാണ് നമുക്ക് മറ്റൊരു ജീവിതം തരുന്നതും. നമ്മുടെ ഹൃദയഗ്രന്ഥം വായിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്നതെന്ന് പറയാം. നമ്മൾ മറ്റു പല ഗ്രന്ഥങ്ങളും വായിക്കും, 100 കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കും. എന്തിനാണ് ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്? ഹൃദയഗ്രന്ഥം ഉണ്ടല്ലോ. ഹൃദയം തന്നെ ഒരു ഗ്രന്ഥമാണ്. അത് പെട്ടെന്നൊന്നും വായിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള, ഒരുപാട് മാനങ്ങളുള്ള ഒന്നാണ് ഹൃദയമെന്ന ഗ്രന്ഥം എന്ന് പറയുന്നത്. ആ ഹൃദയത്തെ വായിച്ചെടുക്കാനായിട്ടാണ്, അതിനുള്ളൊരു പ്രാപ്തി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് എന്ന് പറയാം. വായന നമ്മളുടെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ, അത് കുഴപ്പമില്ല കേട്ടോ, 2 മിനിറ്റ് ഞാൻ പോയിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചില ഫേവറേറ്റ് റൈറ്റേഴ്സ് ഉണ്ടാവും, പുസ്തകങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ദിനചര്യ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ദിനചര്യയുണ്ട്, ഒരു റൈറ്റർക്ക് അയാളുടേതായിട്ടുള്ളൊരു ദിനചര്യയുണ്ട്. ആ ദിനചര്യ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തമായിട്ടുള്ളൊരു എഴുത്തുമുറി വേണം, സ്വന്തമായിട്ടുള്ള ഒരു വായനാമുറി വേണം, അയാൾക്കൊരു ദിനചര്യയും വേണം. അയാൾ ഒരു ദിവസത്തെ എങ്ങനെയാണ് അയാൾ എഴുത്തിലേക്കായിട്ട് അല്ലെങ്കിൽ സർഗാത്മകതയ്ക്ക് വേണ്ടിയിട്ട് അയാൾ എങ്ങനെയാണ് അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആദ്യമൊക്കെ നമുക്കൊരു വളരെ ബുദ്ധിമുട്ടായിട്ട്, ക്ലേശകരമായിട്ട് തോന്നും. പിന്നെ ഭയങ്കര ആനന്ദമായിട്ട് തോന്നും. നമുക്കൊരു ആനന്ദം കിട്ടും. എന്താ ആനന്ദം കിട്ടാൻ കാരണം? നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ളൊരു ദിനചര്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും ക്ലേശകരമായിട്ട് തോന്നില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഈ നോവൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ദിനചര്യ ഉണ്ടാക്കി. ആ ദിനചര്യ ഞാൻ അത് വളരെ കണിശമായിട്ട് അതിൻ്റെ കൂടെ നടന്നുകൊണ്ടാണ് എനിക്കത് എഴുതി തീർക്കാനായിട്ട് സാധിച്ചത്. അതായത് കോവിഡ് കാലത്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട പണിയെല്ലാം നടന്നത്.
കോവിഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം പുറത്തേക്ക് പോകേണ്ട, അടച്ച് ഉള്ള ഒരു മുറിയിൽ കിട്ടുന്നാൽ മതി, മറ്റു സന്ദർശനങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു സ്വാതന്ത്ര്യത്തിൽ ആ ദിവസങ്ങളുടെ ആന്തരികത എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഞാനിപ്പോൾ 3 മണിക്ക്, ഞാൻ ദിനചര്യയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ദിവസവും ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ആനന്ദമാണ്. എനിക്ക് എന്താ രസം എന്താ വെച്ചാൽ, ഈ നോവൽ എഴുതിയതിന് ശേഷവും ഇന്നും ഞാൻ 3 മണിക്ക് എഴുന്നേറ്റു എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഒരു ജൈവ ഘടികാരമാണ് ഓരോ മനുഷ്യൻ്റെ ശരീരവും. അലാറമൊന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരം തന്നെ ഒരു ഘടികാരമാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മണിയടിച്ച്, ആവശ്യമുള്ള സമയത്ത് ഉണർന്ന് ഉറങ്ങി ഒക്കെ പോകാൻ പറ്റുന്ന ഒരു ഓർഗാനിക് ക്ലോക്കാണ് ശരിക്കും നമ്മുടെ ശരീരം തന്നെ. അപ്പോൾ നമ്മൾക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട, അത്രയും പാഷനുള്ള, അത്രയും അനുരാഗമുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ദിനചര്യ ഉണ്ടായി വരും. അല്ലെങ്കിൽ നമുക്കിതെന്തോ 3 മണിക്ക് ഒരാൾ എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമുണ്ട്. ഏറ്റവും പുലർച്ചയുടെ ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ കുറേശ്ശെ വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭം. ഞാനിത് തന്നെ ആവണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഓരോ എഴുത്തുകാരനും അയാളുടേതായിട്ടുള്ള ഒരു ദിനസരി ഉണ്ടാവണം അയാൾക്ക്. ഇങ്ങനെയൊക്കെയാണ് അയാളതിനെ ഈ 24 മണിക്കൂറുകളെ ഇങ്ങനെ മാറ്റിയെടുക്കുക. എപ്പോഴും അയാൾ എഴുതുക, വായിക്കാമെന്നില്ല. അയാൾക്ക് കുറേ കാര്യങ്ങൾ വേറെയൊക്കെ ചെയ്യാനുണ്ടാവും. അതിനിടയിൽ കിട്ടുന്ന മുന്തിയ നിമിഷങ്ങളെന്ന് വൈലോപ്പിള്ളിയൊക്കെ പറയും. മുന്തിയ നിമിഷങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ ഒരു മുന്തിയ നിമിഷങ്ങൾ നമ്മൾ കുറച്ച് ആഘോഷിക്കാൻ ശ്രമിക്കണം. അതും ആ മുന്തിയ നിമിഷങ്ങളിലാണ് നമ്മൾ ക്രിയേറ്റീവ് ആവുന്നത്. നമുക്ക് എഴുതാനായിട്ടുള്ള ആവേശങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ആ സമയത്താണ്. അത് മെല്ലെ അതിങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം. ഇതൊക്കെ നമ്മൾ ശാന്തമായിട്ടുള്ള ഈ ഒരു മുറിക്കകത്തിരുന്ന് ആലോചിക്കാനേ കഴിയുള്ളൂ. മറ്റു സമയങ്ങളിൽ നമുക്കിത് കഴിയില്ല. ഞാൻ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചില പ്രതിജ്ഞകൾ എടുക്കാൻ ഉള്ള ഒരു ആംബിയൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു മുറിയെ നമ്മളിപ്പോൾ കണക്കാക്കണം. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ഞാനൊരു ക്രിയേറ്റീവാകും. എ ഡേ ഫോർ ക്രിയേറ്റിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ ക്രിയേറ്റിവിറ്റിക്കുള്ളൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റീവ് ആവുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലായ്മയിൽ നിന്ന് ചില കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുവരെ ഇല്ല. അതിനു മുമ്പ് അങ്ങനെയൊന്നും ഇല്ല. ഞാനാണ് ആദ്യമായിട്ട് ഈ ഒരു സാധനത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ളൊരു ബോധത്തെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ എഴുത്തിലൂടെ, എൻ്റെ ഇത്തരത്തിലുള്ള ഓരോ ആലോചനകളിലൂടെ ഞാൻ ലോകത്തിലെ ഇതുവരെയും ആരും ആലോചിക്കാത്ത ഒരു കാര്യം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതാണ് അയാളുടെ ക്രിയേറ്റിവിറ്റി. അപ്പോൾ എത്രത്തോളം അയാൾക്ക് ക്രിയേറ്റീവ് ആവാൻ കഴിയും എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. അത്തരമൊരു ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു സന്ദർഭമായിട്ട് കൂടി നമുക്ക് ഈ മണിക്കൂറിനെ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പോകുന്തോറും എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറയുണ്ടായില്ല, ഈ എനിക്ക് ഇപ്പോൾ ക്ലാസ് മുറി എനിക്കില്ല, എൻ്റെ കയ്യിലില്ല. നേരത്തെ അനേക വർഷങ്ങൾ ക്ലാസ് മുറിയിൽ സാഹിത്യം പഠിപ്പിച്ചതുകൊണ്ട് അങ്ങനെ ആ ക്ലാസ് മുറി നഷ്ടപ്പെടുമ്പോൾ ഇതേപോലെയുള്ള ക്ലാസ് മുറികളിൽ നമ്മൾ ആവശ്യത്തിലേറെ സമയം സംസാരിച്ച് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും തരത്തിലൊരു 2-3 ചോദ്യങ്ങളിലൂടെ നമുക്ക് ഈ ഒരു സംഭാഷണത്തിന് കുറച്ചുകൂടി ചലനം കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമസ്കാരം.